ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈ വൈക്കം നഗരസഭയിലാണ്. അവിടുത്തെ ഈ ചെയർപേഴ്സൺ ഒരു മത്സ്യവ്യാപാരി, അതായത് 21-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രീത രാജേഷാണ് മത്സ്യവ്യാപാരത്തിനൊപ്പം തന്നെ ഇനി നഗരസഭയുടെ കാര്യങ്ങളുമൊക്കെ നോക്കി നടത്താൻ പോകുന്നത്. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രീത രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നൂറ്റാണ്ട് പിന്നിട്ട വൈക്കം നഗരസഭയ്ക്ക് ഇത് ചരിത്ര നിമിഷം. മത്സ്യവ്യാപാരിയായ പ്രീത രാജേഷ് ഇനി വൈക്കം നഗരസഭയെ നയിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വൈക്കത്ത് മത്സ്യവ്യാപാരം നടത്തി വരികയാണ് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള പ്രീത രാജേഷ്. ആലപ്പുഴ സ്വദേശിനിയായ പ്രീതയുടെ പിതാവും മത്സ്യവ്യാപാരിയായതിനാൽ മത്സ്യമേഖലയുമായി പ്രീതയ്ക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. മത്സ്യവ്യാപാരിയായ ഭർത്താവ് രാജേഷിന് പിൻബലമേകാനാണ് പ്രീതയും മത്സ്യവ്യാപാരത്തിലേക്ക് തിരിയുന്നത്. വൈക്കത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന പുതിയ നഗരസഭാ അധ്യക്ഷയുടെ ഉറപ്പ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സ്വപ്നങ്ങളുണ്ട് വൈക്കത്തെക്കുറിച്ച്. വൈക്കത്ത് ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതുകൂടാതെ വൈക്കത്തിലെ ജനങ്ങളുടെ ക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ 2.5 വർഷം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നു പ്രീത. ചെയർപേഴ്സണായിരുന്ന രാധിക ശ്യാം രാജിവെച്ചതിനെ തുടർന്നാണ് പ്രീത UDFിലെ ധാരണപ്രകാരം നഗരസഭയുടെ ചെയർപേഴ്സണായി ചുമതലയേറ്റത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി ഉണ്ട് നമുക്കിപ്പം. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ പ്രീത രാജേഷ് ഒരുപാട് ആഗ്രഹങ്ങളോടെ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന ആത്മവിശ്വാസത്തോടെയൊക്കെയാണ് സ്ഥാനമേറ്റിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈക്കത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു മത്സ്യവ്യാപാരി ആയിട്ടുള്ള ഒരു ചെയർപേഴ്സൺ ഉണ്ടാകുന്നത്? ഷിനോജ്, സേതു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സ്വകാര്യ ചടങ്ങിൽ നടത്തിയ ഒരു പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. സന്ദേശം സിനിമ കണ്ടതിന് ശേഷമാണ്, അതിന് പിറ്റേ ദിവസം തൊട്ടാണ് താൻ ജോലിക്ക് പോയി തുടങ്ങിയതെന്ന്. കാരണം അതുവരെയൊക്കെ കേസിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം വിട്ടിട്ട് മറ്റ് ഈ വക്കീൽ പണിക്ക് പോകാൻ സതീശന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, പ്രതിപക്ഷ നേതാവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ സന്ദേശം സിനിമയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ശ്രീനിവാസൻ അവസാനം സ്വന്തം ജോലിക്ക് പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. അത് കണ്ടിട്ടാണ് താൻ ഇതെല്ലാം KSUവിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ വക്കീൽ പണിയുടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്നാണ് സതീശൻ ആ ചടങ്ങിൽ പറഞ്ഞത്. ഈ വൈക്കത്തേക്ക് വന്നാൽ ഏകദേശം അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ പൊതുപ്രവർത്തനത്തിനൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിന് വേണ്ട ചിലവുകൾ, സ്വന്തം കുടുംബത്തിന് വേണ്ട പണം അത് അധ്വാനിച്ച് നേടുക, അത് മത്സ്യ വിറ്റുകൊണ്ട് നേടുക എന്നതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അത് വൈക്കം നഗരസഭയുടെ ചെയർപേഴ്സണായ പ്രീത രാജേഷാണ് ഇത്തരത്തിൽ സ്വന്തം കുടുംബത്തിന് വേണ്ട പണം അധ്വാനിച്ച് തന്നെ നേടുന്നത്. വളരെ വർഷങ്ങളായി തന്നെ പ്രീത ഈ മത്സ്യ മാർക്കറ്റിൽ സജീവമാണ്, മത്സ്യ വിപണന രംഗത്ത് സജീവമാണ്. അത്തരത്തിൽ ഒരാളാണ് പ്രീത. ആ പ്രീതയാണ് ഇന്നലെ മുതൽ വൈക്കം നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയമൊക്കെ മാറുന്ന കാലഘട്ടത്തിൽ പണ്ടൊക്കെ നമുക്കറിയാം ഈ പൊതുപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ അത് മാത്രമായിരിക്കും അവരുടെ ഏക വരുമാന മാർഗം, ഏക ജീവിത മാർഗം എന്ന് പറയുന്നത് ഈ പൊതുപ്രവർത്തനം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പുതിയ ഈ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടി സൈഡ് ബിസിനസ്സൊക്കെ കാണും. ഇത് പൊതുപ്രവർത്തനം മാത്രമായിട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അതിൻ്റെ ഒരു നേർത്ത ഒരു പുതിയ മാതൃക തന്നെയാണ് ഈ വൈക്കത്തെ പ്രീത എന്ന് പറയേണ്ടി വരും.